വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ ജനതയുടെ മേൽ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രായേലിൽ കനത്ത സ്ഫോടനമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുടനീളം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണങ്ങളും റെയ്ഡുകളും ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിന് സമീപം സ്ഫോടന പരമ്പര ഉണ്ടായത്. ടെൽ അവീവിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ബാത്യാമിൽ നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിലായാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ ഇതുവരെ ആളപായം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. സ്ഫോടനമുണ്ടായ ബസ്സുകൾക്ക് പുറമെ മറ്റു 2 ബസ്സുകളിൽ കൂടി സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇത് പോലീസ് നിർവീര്യമാക്കിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടികൾ ശക്തമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. ഗസയിലെ വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടം സംബന്ധിച്ച് ഹമാസുമായുള്ള ചർച്ചകളിൽ നെതന്യാഹു പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിന് പുറകെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാജ്യം മുഴുവൻ പരിശോധന നടത്തുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. ടെൽ അവീവിൽ ഉടനീളം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനുള്ള പരിശോധനയും ആരംഭിച്ചു. ഭീകരാക്രമണമാണ് നടന്നതെന്ന് ഇസ്രായേൽ ടെൽ അവീവ് ജില്ലാ സൈനിക കമാൻഡർ പറഞ്ഞു. പലസ്തീൻ പ്രദേശത്ത് നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇന്നലെയാണ് ഹമാസ് കൈമാറിയത്. ഇതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. എന്നാൽ സംഭവം ഇസ്രായേലിൻ്റെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറിയതിന് പിന്നാലെ ഇസ്രായേലിനുള്ളിൽ ഉടലെടുത്ത ആഭ്യന്തര സംഘർഷങ്ങളുടെയും അവരെ കൊലക്ക് കൊടുത്തെന്ന ഗവൺമെൻറ്റിനെതിരായ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ടെൽ അവീവിന് സമീപമുണ്ടായ സ്ഫോടന പരമ്പര കെട്ടിച്ചമച്ചതും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവുമാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്ഫോടനങ്ങൾ ദേശീയ സ്വഭാവമുള്ളതാണെന്ന ഇസ്രായേലിൻ്റെ പെട്ടെന്നുള്ള നിഗമനത്തെ ഇസ്രായേലികാര്യ വിദഗ്ധനും എഴുത്തുകാരനുമായ ഇഹാബ് ജബാരിൻ ചോദ്യം ചെയ്തു. തടവുകാരുടെ മൃതദേഹങ്ങൾ കൈമാറിയതിനെ തുടർന്ന് എല്ലാ കണ്ണുകളും ഇസ്രായേലിലേക്ക് തിരിയുന്ന ഒരു ദിവസം ഇത് ആർക്കാണ് പ്രയോജനം ചെയ്യുകയെന്നും അദ്ദേഹം അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചോദിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇസ്രായേൽ ഭരണകൂടം ഇത്തരം സംഭവങ്ങൾ ഉപയോഗിക്കുകയും പലപ്പോഴും അവയെ ഒരു അവസരമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മുൻ വർഷങ്ങളിലുണ്ടായ സാധാരണ ബോംബിംഗ് സംഭവങ്ങൾ ജബാരിൻ ഓർമ്മിപ്പിച്ചാണ് ഇക്കാര്യം പറയുന്നത്. ഗസക്കെതിരായ ആക്രമണങ്ങളിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഹമാസ് പ്രതിരോധത്തെ നിരായുധീകരിക്കാനുമുള്ള ആഗ്രഹത്തോടൊപ്പം വെസ്റ്റ് ബാങ്കിലെ തങ്ങളുടെ അഭിലാഷങ്ങൾ പിന്തുടരാനും ഇസ്രായേൽ ഈ സ്ഫോടനങ്ങളെ ഉപയോഗപ്പെടുത്തുമെന്ന് ജബാരിൻ പറയുന്നു.